പുതിയ മന്ത്രിസഭ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ വന്ന ശേഷം വളരെ രസകരമായ പല പ്രസംഗങ്ങളുമാണ് നിയമസഭയിൽ വന്നിട്ടുള്ളത്. പുതിയതായിട്ട് ഏകദേശം ഒരു 90ഓളം പുതിയ MLA-മാർ തന്നെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവരിൽ മുമ്പ് നിയമസഭാ മെമ്പർമാരായിരുന്ന MLA-മാരായിരുന്ന പല ആളുകളും നടത്തിയ പ്രസംഗങ്ങളെല്ലാം അടിപൊളി പ്രസംഗങ്ങളാണ്. നമ്മുടെ ഫാത്തിമ ഉണ്ടല്ലോ, പേരാമ്പ്രയിലെ MLA, എന്തൊരു ആധികാരികമായിട്ടുള്ള അടിപൊളി പ്രസംഗമാണ് നടത്തുന്നത്. ഇതേപോലെ ഓരോരുത്തരും, നമ്മുടെ KM ഷാജിയൊക്കെ മന്ത്രിയായിരുന്നിട്ട് കൊല വിളിക്കുകയാണ് പിണറായി വിജയനെ. യഥാർത്ഥത്തിൽ ഇത്തവണ സഭാ TV കാണാൻ വളരെ രസകരമാണ്. സഭാ TVയിൽ ദിവസം നമ്മൾ ഇരുന്നാൽ ഒരു 100 വീഡിയോ ചെയ്യാനുള്ള മെറ്റീരിയൽ അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെയും വീഡിയോ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരാളാണ് നമ്മുടെ സജീന്ദ്രൻ, കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ. അദ്ദേഹം മുമ്പ് പത്രപ്രവർത്തകനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റുപോയിരുന്നു. ആരോട്? നമ്മുടെ PV ശ്രീനിജൻ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണൻ്റെ മരുമകനോട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് ലോകം മുഴുവൻ അറിയാം. കഴിഞ്ഞ തവണ ഷാജൻ സ്കറിയെ അകത്താക്കാൻ വേണ്ടി സകല കളിയും കളിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ തോറ്റുപോയി. അതായത് ജാതിക്കാർഡ് ഇറക്കിയിട്ടാണ് അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ഷാജൻ സ്കറിയെ മാത്രം കിട്ടിയില്ല. ഇപ്പം അവിടെ നിന്ന് വന്ന കുന്നത്തുനാട് നിന്ന് വന്ന നമ്മുടെ 2020യെയും അതേപോലെ PV ശ്രീനിജനെയും കെട്ടുകെട്ടിച്ച് വലിയ മാർജിനിൽ വിജയിച്ചിട്ടാണ് VP സജീന്ദ്രൻ നിയമസഭയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി പ്രസംഗം വന്ന പാടെ അദ്ദേഹം നടത്തിയിരുന്നു. അത് കേരളം മുഴുവൻ പൊട്ടിച്ചിരിച്ച ഒരു സംഭവം. അദ്ദേഹത്തിൻ്റെ ആ പരിഹാസം നിറഞ്ഞ ഓരോ മന്ത്രിമാർക്കെതിരെയുള്ള തോറ്റു തൊപ്പിയിട്ട മന്ത്രിമാർക്കെതിരെയും അതേപോലെ പിണറായി വിജയനെതിരെയുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇപ്പോൾ ഏറ്റവും പുതിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസംഗം ഇതിലും രസകരമായി തോന്നി. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗോവിന്ദനെയാണ്, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെയാണ് വാരിയത്. അതിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ട് നോക്കാം. ബഹുമാനായ ധനകാര്യമന്ത്രി ഒരു ധവളപത്രം ഇവിടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ ധവളപത്രത്തെക്കുറിച്ച് വലിയ ചർച്ചകളായിരുന്നു ആ സമയത്ത്. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ വലിയ ഗൗരവമായി ചർച്ച ചെയ്തു. ഇടതുപക്ഷത്തു നിന്ന് ഡോക്ടർ തോമസ് ഐസക് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം അതേക്കുറിച്ച് വളരെ കാര്യമായ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്തെന്നുള്ള കണക്കായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാനും അത് വായിച്ചു നോക്കി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചു, പത്രക്കാർ അങ്ങ് കേരളത്തിൽ ഇറക്കിയ ധവളപത്രത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ദേശാഭിമാനി പത്രം ഒഴിച്ചൊരു പത്രവും വായിക്കാറില്ല, ജനയുഗം പോലും വായിക്കാറില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട PRDയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ദയവായി അങ്ങ് പാർട്ടി സെക്രട്ടറിക്കൊന്ന് വായിക്കാൻ ദേശാഭിമാനിയിലൊരു പരസ്യം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേട്ടല്ലോ, അതിൽ പറയുന്നത്, അതായത് ദേശാഭിമാനിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ധവളപത്രത്തെക്കുറിച്ചുള്ള ഒരു പരസ്യം കൊടുക്കണം. കാരണം നമ്മുടെ ഗോവിന്ദൻ ദേശാഭിമാനി മാത്രമേ വായിക്കാറുള്ളൂ, CPIയുടെ ജനയുഗം പോലും വായിക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കാണ് ധവളപത്രം എന്താണെന്നുള്ളത് കൃത്യമായി അതിൻ്റെ വിവരങ്ങളടക്കം ദേശാഭിമാനിയിൽ പരസ്യം കൊടുക്കാൻ പറഞ്ഞത്. ഇനി അടുത്തത് പ്രസംഗിക്കുന്നത് കേൾക്കണ്ടേ നമുക്ക്? അദ്ദേഹത്തിൻ്റെ അടുത്ത ഭാഗം ഒന്ന് കേട്ടു നോക്കാം. കനകോലുവുമായി ബന്ധപ്പെട്ട് കനകോലുവാണ് ഈ 102 സീറ്റ് ജയിപ്പിച്ചതെന്ന് ചില ആളുകൾ ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട്. സാർ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതേപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ സമയത്തെല്ലാം ഇവിടെ UDFന് നേതൃത്വം കൊടുത്ത ഈ 1-ാം നമ്പർ സീറ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. സാർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം, എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDFനും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, കിണർ ഗോലുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. സാർ, ഈ PR മാനേജറായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന് കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീ വെച്ച് നശിപ്പിച്ചതിൻ്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു.
സാർ ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു. കേട്ടല്ലോ. അതായത് കനഗോലുവിന് പകരം കിനർഗോലു എന്ന് പറയുന്ന ഒരു അസാധാരണ കഴിവുള്ള ഒരാൾ നമ്മുടെ CPM-നെ വിജയിപ്പിക്കാൻ വേണ്ടി എവിടെ എത്തി? AKG സെൻറ്ററിലെത്തി. അത് മറ്റാരുമല്ല, നികേഷ് കുമാറാണ്, MV രാഘവൻ്റെ മകൻ. MV രാഘവനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ച, അല്ല പാപ്പിനശ്ശേരി വിഷവൈദ്യ ചികിത്സത്തിൽ തീയിട്ട, അല്ലെങ്കിൽ അതുപോലെ പലതരത്തിൽ ഉപദ്രവിച്ചതിൻ്റെ പ്രതികാരം അന്ന് മുതലേ ഉള്ള സ്വന്തം പിതാവിനെ കൊല്ലാൻ ശ്രമിച്ച നികേഷ് കുമാറിനുണ്ടായിരുന്നു. അദ്ദേഹം കെനഗോലുമായിട്ട് AKG സെൻറ്ററിൽ പിണറായി വിജയനെ വിജയിപ്പിക്കാം, 130 സീറ്റ് വരെ വിജയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കയറി. അവസാനം അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് 102 സീറ്റിൽ UDF വിജയിക്കാൻ കാരണമായത്. അങ്ങനെ അദ്ദേഹം പ്രതികാരം വീട്ടി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വഴി സ്വീകരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം അദ്ദേഹം പ്രസംഗിച്ചൊന്ന് കേട്ടു നോക്കാം. സർ, കണ്ണെഴുതി പൊട്ടും തൊട്ടു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സാർ, അതിൽ തിലകൻ 8 വീട്ടിൽ നടേശൻ മുതലാളിയായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ബിജു മേനോൻ നടേശൻ മുതലാളിയുടെ മകൻ ഉത്തമനായിട്ട് അഭിനയിക്കുന്നു. മഞ്ജു വാര്യർ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ 8 വീട്ടിൽ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് ഈ പറയുന്ന സിദ്ദിഖെന്ന് പറയുന്ന ചന്ദ്രപ്പന് ആ കുട്ടനാടൻ പാടശേഖരത്ത് വെച്ച് ജീവനോടുകൂടി ചേറിൽ പൊതിഞ്ഞ് മരണപ്പെടുന്ന ഒരു കഥയാണ്. ആ കുട്ടി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ ഇതെല്ലാം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭദ്ര തിരിച്ചു വരികയാണ്. ഭദ്ര തിരിച്ചു വന്ന് ഈ നടേശൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരിയായി കയറിപ്പറ്റുകയാണ്. ജോലിക്കാരിയായി കയറിപ്പറ്റിയതിന് ശേഷം എന്ത് ചെയ്തു? ഈ നടേശൻ മുതലാളിയെ ഒരു വശത്തൂടെ അദ്ദേഹം ഇങ്ങനെ വശീകരിച്ചു, മറുവശത്ത് മകനെയും വശീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ടുപേരെയും വശീകരിച്ച് ഒരു സ്ഥിതിയായപ്പോൾ ഈ രണ്ടുപേരോടും പറഞ്ഞു, പാടത്ത് കൊയ്ത്ത് തീരുന്ന അന്നത്തെ രാത്രി 11 മണിക്ക് വരാൻ പറഞ്ഞു. തെക്ക് ഭാഗത്തുനിന്ന് തന്തയായ ഈ നടേശൻ മുതലാളിയും വടക്ക് ഭാഗത്തുനിന്ന് ആര് വരുന്നു? മകനായ ബിജു മേനോനും. രണ്ടുപേരും ഈ കളത്തറയിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. അവസാനം എന്തു ചെയ്യുന്നു? ചെളിയിലേക്ക് മറയുന്നു. ചെളിയിൽ മറിഞ്ഞ് കൂണ്ടുകിടന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം അവിടുത്തെ ഒരു വലിയ മടയുണ്ട്, വെള്ളം കെട്ടുന്നതിന് മട, അതിസാഹസികമായി കുത്തിപ്പൊട്ടിച്ച് ഈ വെള്ളം ഒഴുക്കിവിടുകയാണ്. ആ വെള്ളം മലവെള്ളപ്പാച്ചിൽ പോലെ ഈ വെള്ളം ഒഴുകി ഈ അപ്പൻ്റെയും മകൻ്റെയും പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഹോസ് സഹിതം വെള്ളത്തിൽ വീണ് ഷോക്കടിക്കുകയും ആ വെള്ളപ്പാച്ചിലിൽ ഇവർ രണ്ടുപേരും ഒലിച്ചു പോവുകയാണ് ചെയ്തത്. സാർ, ഈ സിനിമയെക്കുറിച്ച് പറയാൻ കാര്യം, ഈ PR മാനേജറുടെ ഈ സിനിമയിൽ അപ്പനും മകനുമാണ് ഒലിച്ചു പോയതെങ്കിൽ ഈ PR മാനേജറുടെ PR വർക്കിൽ അപ്പനും മരുമോനുമാണ് ഒലിച്ചു പോയത് എന്നുള്ളത് ഞാനിവിടെ പറയുക. അതായത് ഒരു സിനിമയിലെ മഞ്ജു വാര്യരുടെ അഭിനയത്തെ കുറിച്ചും ആ കഥയെക്കുറിച്ചും സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത് കേട്ടത്. അതായത് പിണറായി വിജയനെയും മരുമോനെയും ഇതേപോലെ കേരള ജനത കംപ്ലീറ്റ് ഒഴുക്കി വിട്ടു, തോറ്റു തൊപ്പിയിട്ടു. അവസാനം 102 സീറ്റിൽ UDF ജയിച്ചു എന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാ കഥ നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ സജീന്ദ്രൻ്റെ പ്രസംഗത്തിൽ. ഇത് രസകരമായിട്ടാണ് അവതരിപ്പിച്ചത്. ആ നിയമസഭ ഇളകി മറിഞ്ഞു. അവിടെ പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. തലയും താഴ്ത്തി ഇരിക്കുകയാണിത് കേട്ടിട്ട്. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ അടുത്ത ഭാഗം എന്താണ് സജീന്ദ്രൻ പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുക്കും. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു, കിടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റിൽ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല, അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു, 50 വർഷം
കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ, കത്രിക അപ്പോൾ തന്നെ ഡോക്ടർ അടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അടുത്ത ഭാഗങ്ങളിൽ കൂടി നമുക്ക് കേട്ടൊക്കെ നമ്മൾ ചിരിച്ചും മണ്ണും കപ്പും. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ പ്രിയങ്കരനായ പിണറായി വിജയൻ തലയിൽ കുമ്പിട്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ കേട്ടിട്ട്. എന്തൊരു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഉളുപ്പിൻ്റെ ഒരു ഭാഗം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അതുപോലും ഒലിച്ചു പോകുന്നൊരവസ്ഥയിൽ അയാൾ, പിണറായി എന്ന് പറയുന്ന, വിജയൻ എന്ന് പറയുന്ന മഹാനായ നമ്മളെ കേരളത്തിൻ്റെ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി ഈ ശ്രീജീന്ദ്രൻ്റെ പ്രസംഗത്തിൽ ഒന്ന് ഒരിയാടാൻ പോലും കഴിയാതിരിക്കുകയാണ്. കാരണം സതീശൻ പ്രസംഗിക്കുമ്പോൾ എടുത്തു ചാടി പ്രസംഗിക്കുന്ന നമ്മുടെ പിണറായിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തോ അദ്ദേഹത്തിന് ഗ്യാസ് പോയ മാതിരി, അദ്ദേഹത്തിന് പൂർണ്ണമായി എന്തോ ജീവൻ പോയ മാതിരി അവസ്ഥയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗമുള്ള പ്രസംഗം കൂടി കേൾക്കാം. അതുകൂടാതെ ഇപ്പോൾ ഈ PR മാനേജർ പുതിയൊരു ഡയലോഗുമായി ഇറങ്ങിയിട്ടുണ്ട്. അത് MDയുടെ വടക്കം വീരഗാഥയിലെ ഒരു ഡയലോഗാണ്. അടുത്ത പ്രസംഗത്തിൽ ചിലപ്പോൾ കേൾക്കാം. ഞാനിപ്പോൾ ഇത് എഴുതി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കും. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം എന്നെ തോൽപ്പിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് എന്നെ തോൽപ്പിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്നെ തോൽപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 102 സീറ്റിലും തോൽപ്പിച്ചു. ചങ്ങാതിമാരായ G. സുധാകരനും കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദൻ മാഷും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്നുള്ള ഡയലോഗാണ് സാർ ഇനി ഇവിടെ പറയാനുള്ളത്. ഓക്കെ, വളരെ സജീവൻ പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ സട്ടയർ ഉപയോഗിച്ച് കൊല വിളിച്ച് നിയമസഭയുടെ പിണറായിന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ പോലും, ബാക്കി MLA പോലും, ശ്രീയാസ് പോലും കൈയടിച്ചു പോയി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ സജീന്ദ്രൻ, അഭിനന്ദനങ്ങൾ.